Hello my students. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയൽ ഡിസീസസിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയൽ ഡിസീസസ്? യെസ്, റാറ്റ് ഫീവർ ഓർ leptospirosis, that is caused by Leptospira bacteria. And this is the first disease, and the second disease is diphtheria, that is caused by Corynebacterium. Diphtheria is the pathogen. And the third one is the tuberculosis, which is caused by Mycobacterium tuberculosis. So these are the main three bacterial disease that we studied earlier. Okay. ആൻഡ് അത് കൂടാതെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയൽ ഡിസീസസ് ജസ്റ്റ് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയായിരുന്നു? ഇറ്റ്സ് കോളറ ആൻഡ് ടൈഫോയിഡ്, പിന്നെ ബോട്ടുലിസം, ടെറ്റനസ്, ഗൊണേറിയ, സിഫിലിസ്, ആന്ത്രാക്സ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഇതിനൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്തോജൻസ് അല്ലെങ്കിൽ കോസേറ്റീവ് ഏജൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് അത്രയും വലിയൊരു ടോപ്പിക്കായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ആ 3 മെയിൻ ബാക്ടീരിയൽ ഡിസീസ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് എങ്ങനെയാണ്, അത് എങ്ങനെയൊക്കെയാണ്, ആരാണ് കോസ് ചെയ്യുന്നത് എന്നുള്ളത് മെയിനായിട്ട് പഠിച്ചു വെക്കുക. Okay, so here today we are going to discuss about the another types of disease, that is viral disease, and it is the most dangerous one compared to bacteria. Virus microorganisms are most dangerous one, is it? Yes, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു കൊറോണ അല്ലെങ്കിൽ ഒരു COVID-19 എന്ന് പറയുന്ന ആ ഒരു വൈറസ് കാരണം നമ്മൾ അനുഭവിക്കുന്ന സഫറിങ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് വൈറസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി മോസ്റ്റ് ഡേഞ്ചറസ് വൺ ആണ്. സോ അതിനു മുന്നേ എന്താണ് വൈറസ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, virus has the simple structure with a DNA or RNA molecule within a protein coat. So from the picture നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ഈ പ്രോട്ടീൻ കോട്ടിൽ കാണപ്പെടുന്ന, ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന DNA or RNA മോളിക്യൂൾ എന്ന് പറയുന്നതാണ് എന്ത്? യെസ്, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദി വൈറസ്. ഇതാണ് പ്രോട്ടീൻ കോട്ട്. ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന സിമ്പിൾ സ്ട്രക്ചർ വിത്ത് DNA ഓർ RNA മോളിക്യൂളാണ് വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, virus has no cell organelles as seen in normal cells. So compared to other normal cells, virus have no cell organelles like mitochondria, Golgi complex പോലെയുള്ള ഒരുപാട് സെൽ ഓർഗനൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും ആർക്ക് കാണുന്നില്ല? Yes, of course they are not seen in viruses. So viruses have no cell organelles. Okay, hence virus multiply by taking control over the genetic mechanism of the host cells. So നമ്മുടെ ബോഡിയിലോട്ട് അത് എൻ്റർ ചെയ്യുന്ന എന്താണ്? ഹോസ്റ്റ് സെൽസിൻ്റെ, ദാറ്റ് മീൻസ് DNA-യുടെ RNA-യുടെ ഒക്കെ എന്ത് ചെയ്യാണ്? ജനറ്റിക് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് അവർ നമ്മുടെ ബോഡിയിലോട്ട് വന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് നോട്ട് ഓൺലി ഇൻഫെക്റ്റ് ഹ്യൂമൻസ് ബട്ട് ആൾസോ ഇറ്റ് ഇൻഫെക്റ്റ് other animals and even bacteria. So ഈ ഒരു എന്താ പറയുന്നത്, വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിനെ മാത്രമല്ല അനിമൽസിനെയും അതുപോലെ തന്നെ ബാക്ടീരിയാസിനെയും വരെ ഇൻഫെക്റ്റ്, അതായത് അതിനെ വരെ ബാധിക്കാനുള്ള ഒരു കഴിവുണ്ടാർക്ക് വൈറസ് എന്ന് പറയുന്ന മഹാശക്തന്. സോ വൈറസ് ഹാസ് എ സിമ്പിൾ സ്ട്രക്ചർ വിത്ത് എ DNA or RNA molecule within a protein code and it have no cell organelles. ഇതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? It taking control over the genetic mechanism of host cells. host cellsന്റെ ജനറ്റിക് മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മുടെ ബോഡിയിൽ വന്ന് കൺട്രോൾ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് നോട്ട് ഓൺലി എഫക്റ്റ് ഹ്യൂമൻസ്, ബട്ട് ആൾസോ ഇറ്റ് എഫക്റ്റ് other types of animals and also bacteria.
സോ ഇത്രയാണ് വൈറസ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിട്ട് അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം. ആൻഡ് ഹിയർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് മെയിനായിട്ടും വൈറൽ ഡിസീസ് എന്ന് പറയുമ്പോൾ പഠിക്കാനുള്ളത് ഇറ്റ്സ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഏതായാലും കൊറോണ അല്ലെങ്കിൽ കോവിഡിനെ കുറിച്ച് പഠിക്കാനില്ല. നിങ്ങൾക്ക് നിപ്പ വൈറസ് കഴിഞ്ഞ വർഷം വരെ ഏറ്റവും തരംഗത്തിൽ നിന്നിട്ടുണ്ടായിരുന്ന നിപ്പ വൈറസ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ആൻഡ് എയ്ഡ്സ് എന്തായെന്ന്, ഹെപ്പറ്റൈറ്റിസ് എന്തായെന്ന്. സോ ബാക്ടീരിയൽ ഡിസീസ് പോലെ തന്നെ മെയിനായിട്ട് പഠിക്കുന്ന വൈറൽ ഡിസീസസ് ആണ് നിപ്പ ഡിസീസ്, AIDS and hepatitis. So these are the main 3 viral diseases. Okay, the first one is the Nipah virus. Okay, Nipah spread as a scare. Medicine for Nipah virus arrived. Haven't you noticed in the news reports? Yes. Nipah was the most fatal of the disease that Kerala faced recently and it is an viral disease. So നമുക്കറിയാം നമ്മുടെ കേരള ഫേസ് ചെയ്തപ്പോൾ ഏറ്റവും ഇപ്പോഴത്തെ സിറ്റുവേഷനിലല്ല കഴിഞ്ഞ സിറ്റുവേഷനിലൊക്കെ ഫേസ് ചെയ്തായിരുന്നു നിപ്പ ഡിസീസ് ആൻഡ് ഇറ്റ് വാസ് ആൻ വൈറൽ ഇൻഫെക്ഷൻ. ഓക്കെ, എങ്ങനെയാണ് ഇത് കോസ് ചെയ്യുന്നത് ആൻഡ് ഹൂ ഈസ് ദ കോസേറ്റീവ് ഏജൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ആ ഒരു പിക്ചർ, ആ ഒരു ഇല്ലുസ്ട്രേഷൻ നമുക്ക് കാണാം. നിപ്പ വൈറസ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ്. എങ്ങനെയാണ് നിപ്പ വൈറസിൻ്റെ ആ ഒരു ട്രാൻസ്മിഷൻ, ആ ഒരു ഡിസീസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആസ് ദ നിപ്പ വൈറസ് വെക്ടേഴ്സ്. നിപ്പ വൈറസ് വെക്ടേഴ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഈറ്റിംഗ് ബാറ്റ്സ് ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് ലൈക്ക് ഫ്രൂട്ട്സ് ഒക്കെ അത് ആ ഒരു നിപ്പ വൈറസ് ക്യാരിയിങ് ആയിട്ടുള്ള ബാറ്റ്സ് റിമൈനിങ് ഫുഡ്സ് ഒക്കെ കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് വഴി അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഹ്യൂമൻസിലോട്ട് ആ ഒരു ഫ്രൂട്ട്സ് നമ്മൾ ഈറ്റൻ ചെയ്താൽ അത് ഓഫ് കോഴ്സ് ദ നിപ്പ വൈറസ് ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻ ബോഡി. ലൈക്ക് ദാറ്റ് നിപ്പ വൈറസിൻ്റെ സലൈവ, യൂറിനൊക്കെ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് വഴി നമ്മുടെ ബോഡിയിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, സോ അവർ കഴിച്ച ഫ്രൂട്ട്സിൻ്റെ ബാക്കി നമ്മൾ കഴിക്കുന്നത് വഴി, അതുപോലെ തന്നെ ബാറ്റ്സിൻ്റെ സലൈവ, യൂറിൻ വഴി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ പിഗ്സ് വഴി എത്തുന്നുണ്ട്. പിഗ്സ് മീൻസ് പന്നി. അതായത് ഈ ബാറ്റ്സിൽ നിന്നുള്ള ഈ കണ്ടൻറ്റ് പിഗ്സിൽ എത്തുന്നത് വഴി, പിഗ്സ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻസിലോട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാറ്റ്സ് കഴിച്ചിട്ടുള്ള ബാക്കി ഫ്രൂട്ട്സ് പിഗ്സ് കഴിക്കുന്നത് വഴി എത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഹ്യൂമൻസ് കഴിക്കുന്നത് വഴി എത്തുന്നുണ്ട്. സോ അതിൻ്റെ മെയിൻ ആ ഒരു സൈക്ലിംഗ് എന്നു വെച്ചാൽ ഇപ്പോൾ ഒരു നിപ്പ ക്യാരിയിങ് ബാറ്റ്സ് ആണിതെന്ന് വിചാരിക്കുക, നിപ്പ ക്യാരിയിങ് വൈറസ്. ഓക്കെ, സോ ഇതിൽ നിന്നും എന്തെത്തുന്നുണ്ട്, നിപ്പയുടെ സലൈവ, അതുപോലെ തന്നെ യൂറിൻ, നിപ്പയുടെ എല്ലാ ബാറ്റ്സിൻ്റെ സലൈവയും ആ യൂറിന് വഴിയൊക്കെ എവിടേക്ക് എത്തുന്നുണ്ട്, ഇറ്റ്സ് ഓഫ് കോഴ്സ് പിഗ്സിലോട്ട് എത്തുന്നുണ്ട്. ഈ പിഗ്സ് വഴി എവിടേക്ക് എത്തുന്നുണ്ട്, ഹ്യൂമൻസിലോട്ട്, ഹ്യൂമൻ ബോഡിയിലോട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്റ്സ് വഴിയും ഹ്യൂമൻ ബോഡിയിലോട്ട് എത്തുന്നുണ്ട്. നിപ്പ വെക്റ്റർ നിപ്പ വൈറസ് വെക്റ്റേഴ്സ് ആയിട്ടുള്ളവർ അത്. പിന്നെ അതുപോലെ അവർ കഴിച്ച ഫ്രൂട്ട്സിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ പിഗ്സ് കഴിക്കുന്നത് വഴി, പിഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിക്കുന്നത് വഴി പിഗ്സിലോട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ റിമൈനിങ് ഫ്രൂട്ട്സ്, ബാറ്റ്സ് കഴിച്ചിട്ടുള്ള റിമൈനിങ് ഫ്രൂട്ട്സ് ഹ്യൂമൻസ് കഴിക്കുന്നത് വഴിയും ഹ്യൂമൻസിലോട്ടും നിപ്പ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെങ്ങനെയാണ് അവർ ക്യാരിയിങ് ആയിട്ടുള്ള ബാറ്റ്സ് വഴി അവരുടെ സലൈവ, യൂറിന് വഴി നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് എത്തുന്നുണ്ട്, അല്ലാതെ നേരിട്ടും എത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കഴിച്ച ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നത് വഴി പിഗ്സിലോട്ട് എത്തുന്നുണ്ട്. പിഗ്സ് വഴിയും ഹ്യൂമൻസ് ബോഡിയിൽ എത്തുന്നുണ്ട്. ഡയറക്റ്റ്ലി നമ്മൾ ആ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അത് വഴിയും ഹ്യൂമൻസിലോട്ട് നിപ്പ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദ മെയിൻ ട്രാൻസ്മിഷൻ ഓഫ് ദ നിപ്പ വൈറൽ ഡിസീസ്. ഓക്കെ, and here there are 2 questions. First one is the natural vector of Nipah virus. ആരാണ് നിപ്പ വൈറസിൻ്റെ നാച്ചുറൽ വെക്ടർ എന്ന് പറയുന്നത്? യെസ്, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ്.
അതായത് ഇവിടെ എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു ഫ്രൂട്ട്സ് ഈറ്റിംഗ് ബാക്റ്റാണ് നാച്ചുറൽ വെക്ടേഴ്സ് ഓഫ് ദി നിപ്പ വൈറസ്. ഓക്കെ, ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിറ്റുവേഷൻസ് ദാറ്റ് എനേബിൾ ദ വൈറസ് ടു എൻറ്റർ ഹ്യൂമൻസ്. ഏതെല്ലാം സിറ്റുവേഷൻസ് വഴിയാണ് ആ ഒരു വൈറസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്? നമുക്ക് ആ ഒരു സൈക്കിൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് സലൈവ ആൻഡ് യൂറിൻ ഓഫ് ബാറ്റ്സ്. ബാറ്റ്സിൻ്റെ സലൈവ ആൻഡ് യൂറിൻ വഴി, ആൻഡ് റിമൈൻസ് ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൻ ബൈ ബാറ്റ്സ്. ബാക്കി വന്നിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി. ആൻഡ് ദ തേർഡ് വൺ ഈസ് അതർ ലിവിങ് തിങ്സ് ദാറ്റ് ഈറ്റൻ ബൈ ദ റിമൈൻ ഓഫ് ഫ്രൂട്ട്സ് ഈറ്റൻ ബൈ ബാറ്റ്സ്. ബാറ്റ്സ് കഴിച്ചിട്ടുള്ള ബാക്കി വരുന്ന ഫ്രൂട്ട്സ് വേറെയുള്ള ലിവിങ് തിങ്സ് കഴിക്കുന്നത് വഴിയോ എന്ത് ചെയ്യുന്നുണ്ട്? വൈറസ് ഹ്യൂമൻ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നിപ്പ വൈറസ് അല്ലെങ്കിൽ വൈറൽ ഡിസീസ് ആയിട്ടുള്ള നിപ്പ ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു കോസേറ്റീവ് ഏജൻറ്റ്സ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ട്സിൽ എഴുതുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നിപ്പ വൈറസ്. ആൻഡ് ദ നെക്സ്റ്റ് ഡിസീസ് ഈസ് ദി എയ്ഡ്സ്. ഓക്കെ, എന്താണ് എയ്ഡ്സ് എന്ന് വെച്ചാൽ? AIDS. What's the full form of AIDS? Yes, acquired immunodeficiency syndrome. And it is a dreadful disease that has gripped the world by fear. And lymphocytes play a major role in providing immunity to the human body. So നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ lymphocytes play a major role which has provided immunity. What do you mean by immunity? It's നമ്മുടെ ബോഡിയുടെ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ നമ്മുടെ ബോഡിയിൽ സഹായിക്കുന്ന ഒരാളാണ് ലിംഫോസൈറ്റ്. ആൻഡ് ലിംഫോസൈറ്റ് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. And AIDS in the causative agents is the HIV, that is human immunodeficiency virus. Okay, so a human immunodeficiency virus entered to the body and multiplies using the genetic mechanism of lymphocyte. സോ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലിംഫോസൈറ്റിനെയാണ് HIV എന്ന് പറയുന്ന ആ ഒരു കോസേറ്റീവ് ഏജൻറ്റ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് ദ HIV എൻ്റർ ഇൻ ടു അവർ ബോഡി and they are multiply using the genetic mechanism of lymphocyte. ലിംഫോസൈറ്റിൻ്റെ ജനറ്റിക് മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൻസ് ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ഡിക്രീസസ് കൺസിഡറബിളി ആൻഡ് റെഡ്യൂസസ് ദ ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി. സോ വാട്ട് ഹാപ്പൻ? യെസ്, ലിംഫോസൈറ്റിനെ അവരെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഓഫ് കോഴ്സ് ദ ലിംഫോസൈറ്റ് വീക്കറാവും. സോ നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റി പവറും എന്ത് ചെയ്യുന്നുണ്ട്? വീക്ക് ചെയ്യും. Okay, and various other pathogens which enter the body in such a situations makes the conditions of AIDS even more fatal. That means ഈ ഒരു കണ്ടീഷൻസിലൂടെ വേറെ ഒരുപാട് കണ്ടൻ്റ് ആയിട്ടുള്ള ഡിസീസ് സംഭവങ്ങൾ നമ്മുടെ ബോഡിയിലോട്ട് വരുമ്പോൾ വേറെ പാത്തോജൻസും കൂടി നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ എയ്ഡ്സ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ്. ഇതിൻ്റെ മെയിൻ കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് HIV ആണ്. ദാറ്റ് ഈസ് ഹ്യൂമൻ ഇമ്മ്യൂണോഡെഫിഷ്യൻസി വൈറസ് ആണ്. ആൻഡ് എയ്ഡ്സിൻ്റെ ഫുൾ ഫോം അക്വയേർഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. ഇതിന് രണ്ടിൻ്റെയും ഫുൾ ഫോം എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, വൺ വേർഡിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ആൻഡ് ലിംഫോസൈറ്റിനെയാണ് ഇത് മേജറായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ലിംഫോസൈറ്റിനെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റി പവർ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡസ് HIV മൾട്ടിപ്ലൈ ഇൻ ദി ഹ്യൂമൻ ബോഡി? ദ നോർമൽ ലിംഫോസൈറ്റ് ആൻഡ് എയ്ഡ്സ് കണ്ടീഷൻസ് ദാറ്റ് മേക്സ് എയ്ഡ്സ് ഫേറ്റൽ. ഈ 3 ക്വസ്റ്റ്യൻസിനും ഈ ഒരു ഹിൻസ് വായിച്ചാൽ ആൻസർ കിട്ടും. ഇതിൻ്റെ ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ,
And the next one is, what are the ways by which one gets infected with HIV? എങ്ങനെയാണ് ഈ HIV എന്ന് പറയുന്ന ഡിസീസ് എങ്ങനെയാണ് ബാധിക്കുന്നത്, ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് എന്ത് വഴിയാണ് വരുന്നതെന്ന് നോക്കാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് എയ്ഡ്സിൽ there are 4 main methods. The first one is through sexual contact with HIV infected person. HIV infected പേഴ്സണുമായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓഫ് കോഴ്സ് ആ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. And the second mode of transmission is from HIV infected mother to the fetus. It's നമ്മുടെ മദർ ഒരു HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ, ആ മദർ ഒരു പ്രഗ്നൻസി പീരീഡിലാണെങ്കിൽ ആ ബോഡിയിലുള്ള ഫീറ്റലിനും ആ ഒരു HIV ക്യാരിയിങ് ആയിരിക്കും. സോ ദ സെക്കൻഡ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഈസ് ഫ്രം HIV infected mother to the fetus. Okay. And the third one is by sharing needle and syringe contaminated with HIV components. ഇറ്റ്സ് നമ്മൾക്കറിയാം, നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന സിറിഞ്ച് ആയിക്കോട്ടെ, നീഡിൽസ് ആയിക്കോട്ടെ, ഏത് തരം ലാബ് എക്യുപ്മെൻറ്റ്സ് മസ്റ്റ് ബി സ്റ്റെറിലൈസ്ഡ്. എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സ്റ്റെറിലൈസ് അല്ലാതെ ഒരു അൺഹൈജീനിക് കണ്ടീഷനല്ല എന്നുണ്ടെങ്കിൽ അതിലൊരുപാട് എന്താ പറയുക കോമ്പണൻസ് കണ്ടൻറ്റൊക്കെ പലതിൻ്റെയും കണ്ടൻറ്റായിട്ട് അടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ എന്താണ് നമ്മുടെ നീഡിൽ സിറിഞ്ചൊക്കെ HIV കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്, HIV കോമ്പണൻറ്റ് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്ന ടൈമിലും HIV ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് through the reception of blood and organs contaminated with HIV. അതായത് ഇപ്പം നമ്മൾ അറിയാം ബ്ലഡും അതുപോലെ തന്നെ ഓർഗൻസൊക്കെ നമ്മൾ എല്ലാവരും ഇന്നും ആക്സെപ്റ്റ് ചെയ്യും എന്തെങ്കിലും ഒരു ഡിസീസൊക്കെ വരുന്ന സമയത്ത്. സോ ഒരു HIV കണ്ടൻറ്റ് പേഴ്സണാണ്, അയാളുടെ ബ്ലഡോ അല്ലെങ്കിൽ ഓർഗൻസോ ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതെങ്കിൽ അതെന്ത് ചെയ്യും, അത് നമ്മൾക്കും ആ ഒരു ഡിസീസസ് പകരും. സോ എല്ലാ ചെക്കപ്പും കറക്റ്റ് ചെയ്തതിന് ശേഷമേ ഉള്ളൂ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ the main 4 mode of transmission of AIDS disease is the through sexual contact with HIV infected person, from HIV infected mother to the fetus, and the third one by sharing needle and syringe contaminated with HIV components, and the fourth one is through the reception of blood and organs contaminated with HIV. So here there are the main 4 mode of transmission of HIV. Okay, and the next one is AIDS does not spread. എങ്ങനെയൊക്കെയാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം പകരാതിരിക്കുന്നത് എന്നുള്ളതാണ്. The first one is by touch, shaking hands, coughing, sneezing, etc. സോ നമ്മൾ ഒരു HIV ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ ഒരു എയ്ഡ്സ് ഇൻഫെക്റ്റ് ആയ ഒരു പേഴ്സൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ അവർ കഫ് സ്നീസിങ് അതുവഴിയൊന്നും നമുക്ക് ഒരിക്കലും HIV ഡിസീസ് അല്ലെങ്കിൽ എയ്ഡ്സ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഓക്കെ, ആൻഡ് ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈ എക്സെട്ര. അതുപോലെ നമ്മുടെ ഇൻസെക്ട്സ് ആയിട്ടുള്ള ഹൗസ് ഫ്ലൈസ്, മോസ്കിറ്റോസ് വഴിയും എയ്ഡ്സ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നില്ല. And the third one is by staying together and sharing food. ഒരു ഫുഡ് ഷെയർ ചെയ്തെന്ന് കരുതി അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് സ്റ്റേ ചെയ്തെന്ന് കരുതിയോ എയ്ഡ്സ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നില്ല. ആൻഡ് ബൈ യൂസിങ് ദി സെയിം ടോയ്ലറ്റ്, ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദി സെയിം പോണ്ട്സ്, അതുവഴിയൊന്നും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നില്ല. മെയിനായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ത്രൂ ദി ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് മെയിനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അല്ലാതെ ഒന്ന് നമ്മളെന്താ പറയുക ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു അല്ലെങ്കിൽ നമ്മളൊന്ന് ടച്ച് ഹാൻഡ് ചെയ്തു അല്ലെങ്കിൽ കഫ് ചെയ്തു, സ്നീസ് ചെയ്തു അല്ലെങ്കിൽ ഇൻസെക്ട്സ് ലൈക്ക് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് അതുവഴി ഒന്നും നമുക്കിത് സ്പ്രെഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഓൺലി സ്പ്രെഡ് ത്രൂ ദി ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, ആൻഡ് ഷുഡ് വി ബി സ്കാർഡ് ഓഫ് എയ്ഡ്സ് പേഷ്യൻറ്റ്? സോ നമ്മൾ എയ്ഡ്സ് ഉള്ള ഒരാൾ എയ്ഡ്സ് ആണ് അയാൾക്ക്, ഇപ്പോൾ നമ്മളൊരു കൊറോണ പേഷ്യൻറ്റിനെ കാണുന്ന പോലെ ഒരു എയ്ഡ്സ് ഉള്ള പേഷ്യൻറ്റിനെ നമ്മൾ ഒരു പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യാണ് നമ്മൾ കൊറോണയൊക്കെ എന്ന് പറയുന്ന ഡിസീസ് ഇറ്റ്സ് ഓഫ് കോഴ്സ് അത് നമുക്കെന്നറിയാം നമ്മുടെ എയർ വഴി ത്രൂ ടച്ച് ചെയ്താൽ പോലും നമുക്കത് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് എയ്ഡ്സ് പേഷ്യൻറ്റ് ഇറ്റ് ഈസ് നോട്ട് സ്പ്രെഡ് ഇഫ് വി ടച്ച്.
അപ്പോൾ നമ്മൾ അതുവരെ സ്കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അൺലൈക്ക് അതർ ഡിസീസ് എയ്ഡ്സ് ക്യാൻ ബി കംപ്ലീറ്റ്ലി പ്രിവെൻറ്റഡ് ബൈ ടേക്കിംഗ് റൈറ്റ് പ്രിക്വേഷൻസ്. സോ നമ്മളൊരു കറക്റ്റ് ഒരു പ്രിക്വേഷൻസ് എടുത്താൽ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു ഡിസീസസ് ആണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ വി ഡു നോട്ട് ഫിയർ എയ്ഡ്സ് പേഷ്യൻറ്റ്. എയ്ഡ്സ് നോട്ട് ട്രാൻസ്മിറ്റഡ് ബൈ സോഷ്യൽ കോണ്ടാക്ട്. എന്ത് ചെയ്യുന്നില്ല, അതൊരു സോഷ്യൽ കോണ്ടാക്റ്റ് ഉണ്ടെന്ന് കരുതിയിട്ട് എയ്ഡ്സ് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. Okay, this disease may develop when the body fluid of patient or carriers happen to mix with that of normal one. There is no possibility of affecting AIDS to contact with AIDS patient. സോ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു എയ്ഡ്സ് കാരിയർ അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻസിൻ്റെ ബോഡി ഫ്ലൂയിഡുമായിട്ട് എന്തെങ്കിലും കണക്റ്റ് ഉണ്ടെങ്കിൽ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്പ്രെഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു എയ്ഡ്സ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് ഒന്ന് ടച്ച് എന്ന് വരുത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോണ്ടാക്റ്റ് ഉണ്ടായി കരുതിയോ എയ്ഡ്സ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നില്ല. സോ നമുക്ക് അവരെ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. സോ അതാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ഡിസീസ്. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മേജറായിട്ട് പറഞ്ഞിട്ടുള്ള വൈറൽ ഡിസീസ് ആയിരുന്നു. ആൻഡ് ദ മെയിൻ 2 type of viral diseases, the first one is Nipah virus and second one is AIDS. നിപ്പ വൈറസിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ്സ് ആരാന്ന് എഴുതുക, അതെന്തൊക്കെയാണെന്ന് എഴുതുക, അതിൻ്റെ സിംറ്റംസ് ഒന്ന് ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക, വാട്ട്സ് ദ സിംറ്റംസ് ഓഫ് നിപ്പ വൈറസ് എന്നുള്ളത്. ഓക്കെ, ആൻഡ് എയ്ഡ്സ് എന്താണെന്നുള്ളതും എയ്ഡ്സിൻ്റെ സിംറ്റംസ് എന്താണെന്നുള്ളത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കണ്ടെത്തി എഴുതുക. അതിൻ്റെ കോസേറ്റീവ് ഏജൻറ്റ്സ് HIV ആണ്. ഓക്കെ, ആൻഡ് അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതും നോട്ട് ബുക്കിലോട്ട് കംപ്ലീറ്റ് ആക്കി എഴുതുക. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. തന്നിട്ടുള്ള വർക്കോട് കംപ്ലീറ്റായി ചെയ്യുക. ഓക്കെ, താങ്ക് യു.